വളരെ ക്രൂരമായ രീതിയിലാണ് ഇന്നും സ്ത്രീകളോട് അവർ ഇടപെടുന്നത്. അവരുടെ ഭവനങ്ങളിലെ അകത്തളങ്ങളിൽ അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. കാരണം മുഹമ്മദിന്റെ സുന്നത്ത് പ്രായോഗികമാക്കണമെന്നുള്ളതാണ് മതത്തിന്റെ കർശനമായ നിയമം. സുന്നത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതചര്യ, അദ്ദേഹം എന്ത് പറഞ്ഞു, എങ്ങനെ ജീവിച്ചു, ഇതെല്ലാം ഒരു മുസ്ലിം ഇപ്പോഴും ഉണ്ട് പല വീട്ടിലുകളുണ്ട്. ഇപ്പൊ ഒരാളിപ്പോ ഒരു വിരുന്നുകാരനോ ആരെങ്കിലും അറിയാത്ത ഒരാൾ വീട്ടിൽ വന്നാൽ ഒരിക്കലും സ്ത്രീകൾ പുറത്തിറങ്ങൂല. സ്ത്രീകളെ ഉള്ളിലുണ്ടെങ്കിലും ഇതാ അങ്ങോട്ട് നോക്കി പുരുഷന്മാരുണ്ടെങ്കിലും ഇറങ്ങൂല, പുറത്തിറങ്ങൂല. അതിപ്പോഴും ഉണ്ട്, അത് മാറിയിട്ടേ അല്ല. അതെ, ഞാൻ പറയാം, പറഞ്ഞതിന് ശേഷം താങ്കൾ പറയുക. അതായത് ഈ ആർത്തവം എന്നത് സ്ത്രീ സഹജമായ ഒരു പ്രകൃതിയാണല്ലോ, സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു പ്രത്യേക സംഗതിയാണല്ലോ. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല, നമുക്കറിയാം. അത് ഈ പെൺവർഗത്തിൽപ്പെട്ടവർക്കൊക്കെ, കന്നുകാലികൾക്കൊക്കെ ഉണ്ടല്ലോ. കന്നുകാലികൾ ഏത് ജീവിയാണെങ്കിൽ പോലും ആ സന്ദർഭത്തിൽ ആ സമയത്ത് ഇണചേരുകയില്ല. അല്ലെങ്കിൽ ഇണചേരുന്നതിന്, മൃഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഇണചേരുന്നതിന് ഒരു ടൈം ഉണ്ട്, ആ സമയത്ത് അതുങ്ങൾ ഇണചേരുകയുള്ളു. ആർത്തവ സമയത്ത് ഒരിക്കലും മനുഷ്യകുലത്തിൽ പിറന്നവരാരും ആ പണിക്ക് പോവുകയില്ല. പക്ഷെ മുഹമ്മദ് പറഞ്ഞു വിളിച്ചിരിക്കുന്നത് ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവുന്ന സ്ത്രീകളുമായിട്ട്. എന്തൊരു ക്രൂരതയെ ആ സമയത്ത് അവർ അനുഭവിക്കുന്ന ശാരീരികമായ ക്ലേശങ്ങൾ എത്ര വലുതായിരിക്കും. ശരീരത്തിൽ നിന്ന് ബ്ലഡ് പോകുന്നതായ ഒരു സ്ഥിതിവിശേഷം, മാനസികമായും ശാരീരികമായും വളരെ ക്ഷീണിതരായിരിക്കുന്ന സന്ദർഭത്തിലും ഇവരെ ഭോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ ചോദിക്കട്ടെ, ഈ സ്ത്രീകളൊക്കെ, പറഞ്ഞല്ലോ ഇസ്ലാം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകും, ആ പാവത്തുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ? എവിടെ കാണാനാ സഹോദരന്മാരെ? ഇതൊക്കെ ഇവരുടെ പുസ്തകം പരിശോധിക്കണം. ഇവരുടെ പുസ്തകം വായിച്ചാൽ ഇതിനകത്തങ്ങ് ഒരു മനുഷ്യൻ നിൽക്കത്തില്ല. എന്റെ പ്രാർത്ഥന ഇവര് ഈ മതഗ്രന്ഥങ്ങളൊന്ന് വായിക്കണേ. പക്ഷെ അത് വായിക്കത്തില്ല. അവരുടെ മൗലവിമാര് തന്നെ പറയുന്നുണ്ട് ഇത് വായിക്കരുത്. വായിക്കുന്നതാണ് ഈ പ്രശ്നം. അവര് തലക്കെട്ടുകാർ പറയുന്നത് കേട്ട് അങ്ങ് വിശ്വസിച്ച് പോകണം, ഇതാണ് അവർ പറയുന്നത്. ഒരു ഹദീസ് പറയുന്നത് കേട്ടോ. ഒരു ഹദീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഫിഖ് സുന്ന, അതായത് മുഹമ്മദിന്റെ ചര്യകൾ, ജീവിതചര്യകൾ ഉൾക്കൊണ്ട ഫിഖ് സുന്ന എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 84-ാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായത്തിൽ രക്തസ്രാവമുള്ളപ്പോൾ സംയോഗം അനുവദനീയമാണ്. മനസ്സിലായോ? എന്തൊരു ക്രൂരതയായി എഴുതി വച്ചിരിക്കുന്നത്. ഇനി കേട്ടോ, കാരണം അത് നിരോധിക്കുന്ന തെളിവ് ഒന്നും വന്നിട്ടില്ല. ഇബ്നു അബ്ബാസ് ഇങ്ങനെ പ്രസ്താവിക്കുന്നു: രക്തസ്രാവക്കാരെ നമസ്കരിച്ചാൽ അവളുടെ ഭർത്താവിന് അവളെ സമീപിക്കാം. നമസ്കാരമാണല്ലോ അതിമഹത്തായത്. ഇവിടെ ശാരീരിക ക്ഷമതയല്ല നോക്കുന്നത്, രക്തം വാർന്നത് രക്തസ്രാവക്കാരിയ സ്ത്രീ, അതിപ്പോ ആർത്തവോ അല്ലാത്ത രക്തസ്രാവം എന്ന് പറയുന്ന രോഗമുള്ളവളായിക്കോട്ടെ, ബ്ലഡ് പോകുന്നതായി സ്ത്രീ നമസ്കരിച്ചാൽ മതി. അവള് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവളുടെ അടുത്ത് പോയി അവളുമായിട്ട് ബന്ധപ്പെടാൻ എഴുതി വെച്ചിരിക്കുന്നത്. ആ സ്ത്രീയുടെ ശാരീരിക ക്ഷമതയോ ശരീരത്തിന്റെ സ്ഥിതിയോ അനുസരിച്ച് അവളോട് പെരുമാറണമെന്നല്ല. അവൾ അവശതയായാലും പ്രശ്നം, അവളൊന്ന് നമസ്കരിച്ചാൽ ഈ ലാഹുദേവനെ, ഈ അള്ളാഹയുടെ മുമ്പാകെ ഒന്ന് കവന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് പരിപാടി ശരിയായി. പിന്നെ ആ ഭർത്താവിന് ഭോഗിക്കാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊരു ക്രൂരമായ നിലപാടാണത്. അപ്പൊ നമസ്കാരമാണല്ലോ അതിമഹത്തായത്. കണ്ടോ, നമസ്കാര രക്തസ്രാവ വേളയിൽ നിർവഹിക്കാമെങ്കിൽ സംയോഗവും ആവശ്യമാണെന്നർത്ഥം, ആവാമെന്നർത്ഥം. ഇനി കേട്ടണം, ജഹ്ഷിന്റെ പുത്രി ഹംനയിൽ നിന്ന് ഇക്രിമത്ത് നിവേദനം ചെയ്ത ഹദീസിൽ അവൾക്ക് രക്തസ്രാവം ഉള്ളപ്പോൾ ഭർത്താവ് അവരെ സമീപിച്ചതായ അബൂദാവൂദ്, ബൈഹഖി എന്നിവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതായ സ്ത്രീവിരുദ്ധത, പിന്നെ സ്ത്രീവിരുദ്ധത എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിലുള്ളതാ സ്ത്രീവിരുദ്ധതയല്ല, അവരുടെ ശരീരത്തെ പോലും ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുന്ന വിരുദ്ധത. അത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, സ്ത്രീ എന്നത് പുരുഷന്റെ കൃഷിയിടമാകുന്നു. ആ കൃഷിക്കാരൻ എപ്പോൾ കൃഷിയിടത്ത് ചെല്ലുന്നത് പോലെ ട്രാക്ടറോ ട്രില്ലറോ കന്നുകാലികളെ കൊണ്ട് അത് ഉഴുതു മറിച്ച് അടിച്ച് നിരപ്പാക്കുന്നത് പോലെ ഏത് സമയത്തും സ്ത്രീയുടെ അടുക്കൽ ചെല്ലാൻ പുരുഷൻ. അവിടെ ആർത്തവൊന്നും ഒരു തടസ്സമല്ല. രക്തസ്രാവം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു രോഗം ഉണ്ടെങ്കിൽ പോലും ഇവൻ അതിന് സമീപിക്കാമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവല്ലേ ഒരു മൗലവിയുടെ പ്രസംഗം യൂട്യൂബിൽ നമ്മൾ കണ്ടതല്ലേ?
പ്രസവിക്കാനായിട്ട് 10 മാസം 9 മാസം കഴിഞ്ഞു, 10 മാസം അടുക്കുന്നു, പ്രസവിക്കാനായിട്ട് ലേബർ റൂമിൽ ഇങ്ങനെ കയറ്റിയിട്ടിരിക്കുക, അല്ലെങ്കിൽ ടേബിളിൽ ഇങ്ങനെ കിടക്കുകയാണ് ഭാര്യ, പ്രസവവേദന എടുത്ത് കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അവരുടെ ഭർത്താവിന് അവിടെ ഒന്ന് ഭോഗിക്കണമെന്ന് തോന്നിയാൽ ആ നിമിഷം അവൾ അതിന് തയ്യാറാകണമെന്നാണ് ഒരു മനുഷ്യൻ പറഞ്ഞ് പ്രസംഗിച്ചത്. നമ്മളത് കേട്ടതല്ലേ? ഇപ്പോഴാ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പ് യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തോ അത് കേട്ടിട്ട് നമുക്ക് എന്താണ് ശരീരത്തിന് തന്നെ അവശത വരുന്നു. ഇതൊക്കെ ഇങ്ങനെ പറയാനുള്ളതാ ധൈര്യവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ഇവരുടെ വീടുകളിൽ ഈ സ്ത്രീകളോട് ചെയ്യുന്നത്, പെരുമാറുന്നത്? ഈ സ്ത്രീകള് അനുഭവിക്കുന്ന, ഈ മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെയുള്ളതായ വേദന, അത് മാനസികവും ശാരീരികവും വൈകാരികവുമായ വേദന മറ്റാരാ ഇവിടെ അനുഭവിക്കുന്നത്? ഏതെങ്കിലും ഒരു കുലത്തിൽ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ ഇങ്ങനെയുണ്ടോ? പ്രസവ ആസന്നമായി പ്രസവം അടുത്ത് നിൽക്കുന്ന സ്ത്രീയെ ഭോഗിക്കാമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ ചെയ്യൂ, മൃഗം ചെയ്യൂ. നിറവയറോടുകൂടി നിൽക്കുന്ന ഒരു പശുവിന്റെ അടുക്കൽ ഒരു കാള അതിനെ കെട്ടിയിട്ടിരിക്കുക, അത് ഇന്ന് കൊഴുത്ത് കിടക്കുക, അതിന് ആദ്യമായിട്ട് അടിച്ചു വിടുക. അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഈ പശുവിനെ കാണുന്നത്. പക്ഷെ ഈ പശു നിറഗർഭിണിയാണ്. അവിടെ ചെല്ലും, പശുവിന്റെ അടുത്ത് ചെന്നിട്ട് ഈ കാള പരിസരം വീക്ഷിക്കുമ്പോൾ കാളയ്ക്ക് മനസ്സിലാവും ആ പരിസരം നീക്കത്തില്ല കാള. മൃഗം പോലും ഈ അവസരത്തിൽ അകന്നു മാറുമ്പോൾ ഉടനെ മൗലവി എഴുതി വെച്ചിരിക്കുകയാണ് ആ സമയത്ത് ഉപയോഗിക്കാം. എന്താ കാരണം? കാരണം ഇപ്പുറത്ത് എഴുതി വെച്ചിരിക്കും, ഹബീബ് പറയുകയാണ്, ആർത്തവ രക്തം ഒഴുകുമ്പോഴും രക്തസ്രവം ഉള്ളപ്പോഴും ഭർത്താവിന് ഭാര്യയെ ഉപയോഗിക്കാം. ഇത് ഭയങ്കര സംഭവം. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിക്കാനായിട്ട് നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കൾ കഴിഞ്ഞിരുന്നെങ്കിലോ, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായേനെ. വായനാശീലമില്ലാത്തവര്, മതപണ്ഡിതന്മാര് മാത്രം പറയുന്നത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവര്, ആയുഷ്കാലം മുഴുവനും മതപണ്ഡിതന്മാരെ മാത്രം ഫോളോ ചെയ്യുന്നവരാണ് ഇവര്. സ്വന്തം മതഗ്രന്ഥം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് മറിച്ചു നോക്കാനോ വായിക്കുവാനോ അവർ മുതിരുകയില്ല. അവരെ സംബന്ധിച്ച് മതപണ്ഡിതന്മാരാണ് അവരുടെ ഏറ്റവും വലിയ നേതൃത്വം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ മതത്തിനകത്ത് ഈ സ്ത്രീകൾ അനുഭവിക്കുന്ന പോലെയുള്ളതായ ദുരിതങ്ങൾ ലോകത്തിലെ മറ്റൊരു മതത്തിലും അനുഭവിക്കുന്നത്. ഞാനിപ്പോ സ്ത്രീകളുടെ കാര്യം പറഞ്ഞപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നതായ ഹദീസാണ് ഞാനിപ്പോൾ ഇവിടെ ഉദ്ധരിച്ചത്. ഓക്കെ.